അച്ഛോ അതിനെന്തിനാ അച്ഛൻ എനിക്ക് കാശ്? പിള്ളേർക്ക് വേണ്ടിയില്ല, ഞാൻ വരാം. അച്ഛൻ ഡേറ്റ് പറഞ്ഞു മതി. ആ പിന്നെ അവിടെ ഇപ്പോൾ എത്ര പിള്ളേരുണ്ട് അച്ഛോ? 82 അല്ലേ? ഒന്നുമില്ല, വരുമ്പോൾ വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. ഒന്നും പറയണ്ട. ശരി, ഞാൻ വെക്കണം പോയി. ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ആ നിന്നോട് കഥ പറയാനായിട്ടാ. ഒരു പയ്യനാണല്ലോ, നിന്നോട് പറഞ്ഞിരുന്നെന്നാ പറഞ്ഞേ. അവനോട് വെയിറ്റ് ചെയ്യാൻ പറയും. അവനെന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടുക്ക്. പറ. ഓക്കെ. വന്നിരിക്കുന്നത് തല്ലാൻ തന്നെയാണെന്ന് വിപിന് മനസ്സിലാവും. പക്ഷെ ചുറ്റും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നിൽ ആരാണെന്ന് നോക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വിപിൻ തൻ്റെ പുറകിലുള്ള ആളെ തള്ളി മാറ്റിയിട്ട് ഓടുകയാണ്. പിന്നെ ചെയ്സാണ്. പുറകിലോടുന്ന ആളുകളുടെ കയ്യിൽ വടിയും വാളും ഒക്കെ ഉണ്ട്. കൈക്കെട്ടിയ തീർന്നെന്ന അവസ്ഥ. അടുത്ത കെട്ടിൽ അപ്പുറത്തെ സഞ്ജു ഓടുന്നുണ്ട്. നേരെ ഒരു ഏരിയൽ ഷോട്ട് പോകുമ്പോൾ ഒരു ചേരിക്ക് അടുത്ത് തന്നെയുള്ള 2 വഴികളിലൂടെ അവർ രണ്ടുപേരും ഓടുന്നത് ഒറ്റ ഷോട്ടിൽ കാണിക്കും. പറഞ്ഞു അവർ രണ്ടുപേരും പുറകെ ഓടുന്ന ആളുകൾ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ഘട്ടം മാറി മാറി കാണിക്കും. വിപിന്റെ പുറകെ ഓടുന്ന ഒരാൾ വിപിനെ പെട്ടെന്ന് തള്ളി താഴെയിടും. അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്ന വിപിൻ അപ്പൊ തന്നെ മുമ്പിൽ നിന്നൊരു കത്തി വയറിലേക്ക് കുത്തിയിറക്കാണ്. കുത്തുകൊണ്ട വയറിൽ നിന്ന് ക്യാമറ മുഖത്തേക്ക് വരുമ്പോ കുത്തുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിനാണ്. കറക്റ്റ്. മച്ചാനെ, മച്ചാൻ ഈ പള്ളുരുത്തിലുള്ള ഋഷിയുടെ കൂട്ടുകാരനല്ലേ? അതെ, ഞാനും ഋഷി തമ്മിൽ വർഷങ്ങളായിട്ട് പരിചയമുള്ള ഈ കഥ ഞങ്ങൾ ഇതിനു മുമ്പ് കുറേ കേട്ടിട്ടുള്ള കേട്ടോ. നീ അവനോട് ചോദിച്ചിട്ടാണ് അവന്റെ കഥയോടെ പറയാൻ വന്നേ. ചേട്ടാ ഒന്നും ചെയ്യരുത്. നിർത്തണം എൻ്റെ അഭ്യാസം. ഒറ്റ കീറന്നല്ലോ. അളിയോ ഇവൻ ചേട്ടാ ഞാനും ഋഷിയും കൂടിയാണ് ഇത് എഴുതിയത് ശരിക്കും. പക്ഷെ സിനിമയാക്കണ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അവൻ കാരണമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണത്. ഇപ്പോഴാണെങ്കിൽ കാശിന് നല്ല അത്യാവശ്യമുണ്ട്. ഇതെന്തെങ്കിലും ഒന്ന് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. രക്ഷപ്പെടണമെന്ന് എല്ലാവർക്കും തന്നെയാണ്. പക്ഷെ ഒരാളെ പിന്നീന്ന് കുത്തി താഴെ എത്ര ഓടിയാണ് നമ്മളൊരു സ്ഥലത്ത് എത്താമുള്ള. ഞാനിതിപ്പോൾ വിളിച്ച ഋഷിയെടുത്ത് പറയുന്നില്ല. പക്ഷെ ഞാൻ നിന്നെ വിളിക്കും 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ അവനായിട്ട് സംസാരിച്ചതെല്ലാം ശരിയാക്കിയിരിക്കണം. ഓക്കെ, എന്നാ വിട്ടോ. എന്തെങ്കിലും കഴിച്ചാണോ? ഇത് വെച്ചോ. ഇല്ല. വെച്ചോടോ. ഞാൻ ചാൻസ് വെച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിന് പകരം ഒന്ന് കരുതിയോ നീ. ശരി. ആരാടാ നീ? ശ്രീരാമനാ? നീ ഇതിൽ 2 തൊട്ടേ. വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൻ്റെ ഇളക്കം ഇതുവരെ മാറിയിട്ടില്ല. ഇനി അടുത്ത ആഴ്ച മതി. എടാ എന്തായി കഥ? എന്തേ ദോ പോയി. എന്താ ആ കഥയും 3 വാക്കായി. അളിയാ, നീ പുതിയ കാറ് മേടിക്കുന്ന കാര്യം എന്തായി? കാറ്, കോപ്പ്, നിനക്കൊക്കെ വല്ല വിചാരമുണ്ടോ? നീ എൻ്റെ മാനേജർ എന്ന് പറഞ്ഞോണ്ട് നടക്കണല്ലോ. എല്ലാം തീരാൻ പോകണം. കഴിഞ്ഞ 3 പടമാണ് അടുപ്പിച്ച് പൊട്ടിയത്. അടുത്ത സിനിമയെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ നിനക്കൊക്കെ? അളിയത് സിനിമയല്ലടാ. ചിലപ്പോൾ പടക്കം പൊട്ടണ പോലെ പൊട്ടും, ചിലപ്പോൾ വിചാരിച്ചാൽ അടിപൊളിയാവും. നമ്മൾ പൊട്ടുമെന്ന് വിചാരിച്ച് ചെയ്തൊന്നല്ലല്ലോ. എടാ ഞാൻ സിനിമയിലൊന്ന് പടക്കം പൊട്ടിച്ച് കളിക്കാനല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പട്ടിണി എന്താന്ന് ഉടനെ മക്കളറിയും. അളിയ നീ പറ, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? എടാ ആരുടെങ്കിലും നല്ല സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. നോക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് കേക്ക്. എന്നിട്ട് നല്ലതാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞോട്. നല്ലതാണെങ്കിൽ മാത്രം. എടാ നീ ടെൻഷൻ ആവണ്ട, നമുക്ക് ശരിയാക്കാം. എടാ നീ ആ ഫോൺ എടുത്തിട്ട് ഫുഡ് എന്തെങ്കിലും ഓർഡർ. രാഹുൽ, ഹായ്. കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പരിപാടികൾ? എങ്ങനെയാണ്? ഇവിടെ തന്നെ ഇരുന്ന് പറയാൻ ഓക്കെ ആണോ, അതോ നമുക്ക് പുറത്തെവിടെയും പോകണോ? ഇവിടെ തന്നെ ഇരിക്കാം നമുക്ക്. എങ്ങനെയാണെങ്കിലും ഓക്കെ ആണെന്നല്ലേ? ആണ്. നൈസ്. ഇവിടുത്തെ ആൾക്കാരുടെ ഈ ആറ്റിറ്റ്യൂഡാണ് എനിക്കിഷ്ടം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഓക്കെയാണ്. അതങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നതാണ്. ടൈം വരൂടോ. കഷ്ടപ്പെടാതെ കിട്ടുന്നതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. സത്യം. ആക്ച്വലി ഇതുവരെ ഫിലിം ബിസിനസ്സിൽ ഫാമിലിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ കുറേ ഫ്രണ്ട്സും ഉണ്ട്, അവരൊക്കെ കയ്യിൽ നല്ല കഥകളും ഉണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടാനില്ല. ഫസ്റ്റ് ടൈം മെസ്സ് അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്യാണ്. അപ്പം ഫ്രണ്ട്സുമായിട്ട് വേറെ എന്തെങ്കിലും പ്രോജക്ട്സ് പ്ലാൻ ഉണ്ടോ? ഉണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കും.
എൻ്റെ അച്ഛൻ ഭയങ്കര സിനിമ ഫാനായിരുന്നു. അത് ശരി. അപ്പം ചെറുപ്പം മുതലേ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി ഒരു സിനിമ പോലും ഇല്ല കാണിക്കാത്തത്. ആഹാ. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, വടക്കൻ വീരകഥ, തനിയാവർത്തനം, സതയം, കിലുക്കം, ഇതൊക്കെയാണ് എൻ്റെ എയർലി മെമ്മറീസ്. ശ്ശെ, ആ മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം അല്ലേ? നമുക്കത് ഇപ്പം ചെയ്യണം, മനസ്സിലായി? അതിലും വെട്ടുന്ന സിനിമകൾ ഇപ്പം ചെയ്യണം. എന്താ പറ്റില്ലേ? യെസ് യെസ് അപ്പോൾ തുടങ്ങാം. യെസ്. സാർ ഫുഡ്. ആ ഓക്കെ. എടാ ആ നിതിൻ തോമസ്. ഹലോ നിതിൻ തോമസ് അല്ലേ? എന്നെ അറിയോ? ഹലോ, ഇതെങ്ങടാ? നിസാമേ, എൻ്റെ പേര് സാം. ഈ ഫുഡ് പരിപാടി കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. ഞാനൊരു IIT ഗ്രാജുവേറ്റ് ആണ്. ഒരു ബിസിനസ് ആയിട്ട് സെറ്റ് ആവുന്നവരെ കുറച്ച് നാളത്തേക്കുള്ള സെറ്റപ്പ് ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതിനെ കണ്ടേതായാലും നന്നായി. ഞാൻ കുറച്ച് നാളായിട്ട് കാണാതിരിക്കായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നന്നായിട്ട് കഥ എഴുതും. ഒരു അവസരം കൊടുക്കാൻ പറ്റില്ലേ? നിങ്ങളിതുപോലെ പുതിയ ആൾക്കാരൊക്കെ അന്വേഷിച്ച് നടക്കായിരിക്കില്ലേ? ആ നമുക്ക് ആലോചിക്കാം. ഒന്ന് കാണുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. ഇതുപോലെ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം പറഞ്ഞാൽ ഞാൻ അവനോടൊന്ന് കാണാൻ പറയാം. കഴിഞ്ഞ 3 പടങ്ങളും ഫ്ലോപ്പായിരുന്നല്ലോ അല്ലേ? ഈ സ്റ്റോറി ഞാനും എൻ്റെ ഫ്രണ്ട്സും കേട്ടതാ. ഇതിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. റൈറ്റർ എന്ന് പറയുമ്പോൾ വെറുതെ തെക്ക് വടക്കണക്ക് റൈറ്ററൊന്നുമല്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ ഇറങ്ങുന്ന പല ഫേമസ് ബുക്കിൻ്റെ ആമുഖം എഴുതുന്ന അവനാ. ഇഷ്ടം പോലെ ഓൺലൈൻ കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. ആഡ്സ് വേറെ. പേര് ദീപക് എന്നാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് DIG എന്ന് വിളിക്കും. ആൾ പൊളിയാണ്. ഒന്ന് കണ്ടു നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പറഞ്ഞു വിട്ടേക്ക്. നമ്മളൊരു ചാൻസ് ഒക്കെ എടുക്കണ്ടേ അല്ലേ? എന്നാൽ ഇതിൻ്റെ നമ്പർ ഒന്ന് തരാമോ? 98474 74747. അപ്പോൾ ശരി, ഞാനോട് വിളിക്കാൻ പറയാം. ഓക്കെ ശരി. ആരടാ ഇവൻ?